അനധികൃതമായി ഇന്ത്യയിലേക്ക് നുഴഞ്ഞുകയറുന്ന ബംഗ്ലാദേശികളുടെയും റോഹിംഗ്യൻ നുഴഞ്ഞുകയറ്റക്കാരുടെയും എണ്ണത്തിൽ ഗണ്യമായ വർധനവ് വന്നതോടുകൂടി തന്നെ രാജ്യത്ത് ഭീകരാക്രമണ ഭീഷണിയും വർദ്ധിച്ചു. ദക്ഷിണേന്ത്യയിലാണ് വലിയ രീതിയിലുള്ള വർധനവ് അടയാളപ്പെടുത്തുന്നത്. ദക്ഷിണേന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ ഭീഷണികൾ നേരിടേണ്ടി വരുന്നു. എന്തിനധികം പറയുന്നു, റോഹിംഗ്യൻ കുടിയേറ്റക്കാർ വർദ്ധിച്ചു വരുന്നതായും തീരദേശ നുഴഞ്ഞുകയറ്റ ഭീഷണിയും ആഭ്യന്തര സുരക്ഷയ്ക്ക് ഭീഷണി ഉയർത്തുന്നു എന്നതാണ് വസ്തുത. അതുപോലെ തന്നെ ഓർമ്മയിൽ എപ്പോഴും ഉണ്ടാകേണ്ടത് ഹൈദരാബാദിലെയും കോയമ്പത്തൂരിലെയും മുൻകാല ആക്രമണങ്ങൾ തന്നെയായിരിക്കണം. അതിർത്തിയിൽ സായുധ സേനകൾ നിരീക്ഷണം നടത്തുന്നത് പോലെ തന്നെ സംസ്ഥാനങ്ങളിലെ പോലീസും കൃത്യമായ നിരീക്ഷണം നടത്തണം. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി പവൻ കല്യാൺ രാജ്യസുരക്ഷയെ മുൻനിർത്തിയാണ് ഇത്തരം പരാമർശങ്ങൾ നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ആന്ധ്രാപ്രദേശിന്റെ ആഭ്യന്തര സുരക്ഷ കണക്കിലെടുത്തുകൊണ്ട് സംസ്ഥാന പോലീസിന്റെ കർശനമായ നിരീക്ഷണവും ഭരണ വകുപ്പുകളുമായി മികച്ച ഏകോപനവും ആവശ്യപ്പെട്ടുകൊണ്ട് ആന്ധ്രാപ്രദേശ് DGPക്ക് ഒരു കത്ത് എഴുതിയിട്ടുണ്ട്. അപരിചിതരായതും സംശയം തോന്നുന്നതുമായ വ്യക്തികളെ കൃത്യമായി തന്നെ നിരീക്ഷിക്കുവാനും തീരദേശ മേഖലയിൽ കനത്ത ജാഗ്രത പുലർത്തണമെന്നും അനധികൃത കുടിയേറ്റക്കാരെ സഹായിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കണം എന്നതുമാണ് ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി DGPയോട് ആവശ്യപ്പെട്ടിരിക്കുന്നതും. ഇക്കഴിഞ്ഞ കാലയളവിൽ തന്നെ രാജ്യത്ത് ബംഗ്ലാദേശി നുഴഞ്ഞുകയറ്റക്കാരുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവാണ് ഉണ്ടായിരിക്കുന്നതും. ഇക്കഴിഞ്ഞ ദിവസം തന്നെ ഹരിയാനയിൽ നിന്നും 174 ബംഗ്ലാദേശി പൗരന്മാരെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇവിടെ നാടുകടത്തലിനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചു വരികയാണ്. ഹരിയാനയിൽ വിദേശ പൗരന്മാരെ പിടികൂടുന്നതിനായി പോലീസ് പ്രത്യേക പരിശോധന ആരംഭിച്ചിരുന്നു. ഇതുവരെ പിടികൂടിയിരിക്കുന്നത് 174 ബംഗ്ലാദേശി പൗരന്മാരെയാണ്. അതുപോലെ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അറസ്റ്റിലായ കുടുംബങ്ങളുടെ വിവരങ്ങൾ പരിശോധിക്കുന്ന തിരക്കിലാണ് പോലീസ്. ഈ പൗരന്മാരെ ഉടൻ തന്നെ നാടുകടത്തുമെന്നും വ്യക്തമാവുന്നുണ്ട്. സംശയാസ്പദമായ ആളുകളെക്കുറിച്ച് പോലീസിനെ അറിയിക്കണമെന്നും വാടകക്കാരുടെ വിശദാംശങ്ങൾ ശേഖരിക്കണമെന്നും വ്യക്തമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിൽ പോലീസ് റെയ്ഡ് നടത്തുകയും വിദേശ പൗരന്മാരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന വിവരങ്ങളും പുറത്തു വന്നിരുന്നു. ജില്ലയിലെ ഇഷ്ടിക ചൂളകളിലും അതുപോലെ ചേരികളിലും താമസിക്കുന്ന ബംഗ്ലാദേശികൾ പിടിയിലായിരുന്നു. നഗരത്തിലെ ചേരികളിൽ താമസിക്കുന്ന കുടുംബങ്ങളെയും ചോദ്യം ചെയ്തു വരികയാണ്. സംശയാസ്പദമായ എല്ലാ കുടുംബങ്ങളെയും രേഖകളും പരിശോധിച്ചു വരികയാണ്. ഇവരിൽ കൊടും ക്രിമിനലുകൾ ഉണ്ടാകുമെന്നും പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. നിലവിൽ അറസ്റ്റിലായ ബംഗ്ലാദേശി പൗരന്മാരെ ഒരു ധർമ്മശാലയിൽ പാർപ്പിച്ചിരിക്കുകയാണ്. അവരെ നാടുകടത്തുന്നതിനുള്ള നടപടികൾ ആരംഭിച്ചതായും പോലീസ് പറയുന്നു. എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയിട്ടുണ്ട്. ആരുടെയെങ്കിലും ഭാഗത്തു നിന്നും ഇക്കാര്യങ്ങൾ ഏതെങ്കിലും അനാസ്ഥ കണ്ടെത്തിയാൽ പോലും അവർക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കും. ഇതുവരെ 174 ബംഗ്ലാദേശികളെ പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിൽ 58 പേർ പുരുഷന്മാരും 54 പേർ സ്ത്രീകളും അതുപോലെ 64 പേർ കുട്ടികളുമാണ്. അതേസമയം ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയം ഗുജറാത്തിൽ നിന്ന് റെയ്ഡ് നടത്തിയ വേളയിൽ പോലും 1000-ലധികം ബംഗ്ലാദേശികളാണ് പിടികൂടിയത്. ഗുജറാത്ത് പോലീസ് 2 നഗരങ്ങളിൽ മാത്രം നടത്തിയ റെയ്ഡിൽ പിടികൂടിയിരിക്കുന്നത് 1000-ലധികം ബംഗ്ലാദേശി പൗരന്മാരെയാണ്. അഹമ്മദാബാദ്, സൂറത്ത് നഗരങ്ങളിൽ നടത്തിയ റെയ്ഡിലാകട്ടെ 1024 ബംഗ്ലാദേശികളാണ് പിടികൂടിയത്. അതുപോലെ പിടിയിലായവരിൽ 2 ബംഗ്ലാദേശികൾക്ക് അൽ-ഖ്വയ്ദയുടെ സ്ലീപ്പർ സെല്ലുകൾ ഉൾപ്പെട്ടവരാണ് എന്ന സംശയമടക്കം സംസ്ഥാന സർക്കാർ അറിയിക്കുന്നുണ്ട്. ഗുജറാത്തിൽ താമസിക്കുന്ന എല്ലാ ബംഗ്ലാദേശികൾക്കും പോലീസിന് മുന്നിൽ കീഴടങ്ങാൻ സർക്കാർ സമയം നൽകിയിട്ടുണ്ട് എന്നും സംസ്ഥാനത്ത് അനധികൃതമായി താമസിക്കുന്ന എല്ലാവരെയും നാടുകടത്താനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.